എനിക്ക് രാഹുൽ മാങ്കൂട്ടം മോശക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം, സംശയമില്ല. ഏതെങ്കിലും സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കണം. അത് എക്സ് ഓർ വൈ, കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ CPM എന്നോ ഇല്ല. പാർട്ടി മാറാനുള്ള യഥാർത്ഥ കാര്യം പാർട്ടി വഴിതെറ്റിപ്പോയത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനാണോ കളഞ്ഞിട്ട് പോയി, എന്നെ അവർ തന്നെയാണ് ഇതിലെ കുറച്ച് ഡിസിഷൻ. സഖാക്കളാന്ന് ഞാൻ പറയില്ല, എല്ലാവരും താഴെയുള്ള സഖാക്കൾ. ഒരു സെക്ഷൻ ആൾക്കാർ പാർട്ടിയെ ആർക്കോ വേണ്ടി കൊണ്ടുപോയപ്പം ഒരു ഫണ്ട് തട്ടിപ്പ് കേസ് ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ പാർട്ടിയായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സാണ് ഇങ്ങനെ പറയുന്നത്. എത്ര പേര് പോയി ഇപ്പൊ പാർട്ടിയിൽ നിന്ന്? ഹസ്കർ പോയി. ഇത് പൊതുവായിട്ട് വന്നിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് അതിൽ ഇനി പ്രവർത്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള കോൺഗ്രസിലേക്ക് ചേരാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ മത്സരിക്കുമോ കോൺഗ്രസ്? അങ്ങനെ എനിക്ക് പറയാം. അതിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇപ്പം വരുന്ന സമയം അന്നേരം ആലോചിക്കാം. വരുന്നുണ്ടെങ്കിൽ അപ്പം തീരുമാനം എടുക്കും. ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. ഇന്ന് വേറൊന്നുകൊണ്ടല്ല, എങ്ങനെ ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെ പറയുന്നു, കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ അല്ല. എന്നെ ഈ നാട്ടിലുള്ള ഓരോ ജനങ്ങൾക്കും അറിയാം. ഇത് പറഞ്ഞത് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞാരെയും നാണം കെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഏത് നേതാവിൻ്റെ വാക്കുകളാണ് കോൺഗ്രസിലേക്ക് എത്തിച്ചത് ശരിക്കും? അത് ഞാൻ പറയില്ല. എല്ലാവരും എനിക്ക് എല്ലാ മന്ത്രിമാരുമായിട്ട് നല്ല അടുപ്പമുണ്ട്, പ്രതിപക്ഷ നേതാവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇത്രയും 3 ട്രെയിൻ ഇരുന്നല്ലേ. UDFൻ്റെ എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരെല്ലാവരും എന്നെ വിളിച്ചിരുന്നു. ജനകീയമായിട്ട് ഇടപെടുന്ന എത്ര പേരെ മാറ്റി നിർത്തി. എന്തിനാണ് രണ്ടാമത് സർക്കാർ വന്നപ്പം ആദ്യം ഉണ്ടായിരുന്നവരെ മൊത്തം ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മാറണമെന്ന് പറഞ്ഞ്? പൊട്ടരാണോ നമ്മളൊരു പൊട്ടരൊന്നും അല്ലല്ലോ ഈ നാട്ടിലുള്ള ജനങ്ങൾ. പക്ഷെ എന്താണ് ഇവരുടെ, എനിക്ക് അവരോട് ചോദിച്ചാൽ അവരുടെ മൈൻഡിൽ എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ. എന്തുകൊണ്ടോ എന്നോട് ഇഷ്ടം വരുന്നില്ല. ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് നേതാക്കൾക്ക് അന്നും അത്ര ഇഷ്ടമല്ല. ഞാൻ ഇത്രയും പ്രവർത്തിച്ചതിനൊരു വാല്യൂ കൽപ്പിച്ചില്ല. ഞാൻ നാട്ടുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, നാടിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ആയിഷ പോറ്റി MLA ആക്കിയിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ഉള്ള ഒരു ചർച്ചയുണ്ട്. അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഇപ്പം എല്ലാം കുറ്റം. ഇപ്പം അവർ പറഞ്ഞങ്ങ് സമർത്ഥിക്കുകയാണ് ഈ കുറച്ച് പേര്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ പറയില്ല. കാരണം വിഷമമുണ്ട് ഒരുപാട് സഖാക്കൾക്ക്. താഴെ തട്ടിലുള്ളവർക്ക് നല്ല പ്രയാസമുണ്ട്. ഞാൻ അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അധികാരം ഒരു സുഖമുള്ള കാര്യമല്ല. വീട്ടിലെ കാര്യം നോക്കണ്ട, മക്കളെ അന്വേഷിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പൊതുപ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിമർശനം കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ വന്നില്ലല്ലോ, എന്നെ ഒഴിവാക്കിക്കൊണ്ടേ, DC ഒഴിവാക്കിക്കൊണ്ടേ എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല. അപ്പൊ വാർത്ത വരും. വാർത്ത വന്നാൽ പാർട്ടിക്ക് ദോഷാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നോട് കോൺഗ്രസിൻ്റെ ആൾക്കാരും വിവിധ പാർട്ടിക്കാർ, പ്രമുഖമായ പല പാർട്ടിയുടെ ആൾക്കാരും എന്നെ ആ വാർത്ത വന്നതിന് ശേഷം നിരന്തരമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 10 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ അധികാരമോഹിയാന്ന് പറയുന്നത് ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. നമസ്കാരം, ആയിഷ പോറ്റിയാണ് കൂടെയുള്ളത്. നമസ്കാരം മാം. നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ചർച്ചയായതും മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതും ആയിഷ പോറ്റി എന്ന പേര് തന്നെയാണ്. അതെ. CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു. അതിനുശേഷം ഇപ്പം എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? എനിക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നത്, ഞാനൊരു 2023 മാർച്ച് വരെ പഴയ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, MLA അല്ലാത്തപ്പോഴും അവിടുത്തെ ജില്ലാ സമ്മേളനം അങ്ങനെ എല്ലാ മഹിളാസ് ഒരുപാട് വർഗ്ഗ സംഘടനയുടെ ഭാരവാഹിയാണ്. അപ്പോൾ അതിലെല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഒരു വല്ലാതെ വിഷമം വന്നു പോയ ഒരു കാര്യമുണ്ട്. MLA ആയി കഴിഞ്ഞിട്ട് ആ ടേൺ കഴിഞ്ഞപ്പോൾ പുതിയ ആൾ വന്നു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടെല്ലാം എനിക്ക് വോട്ട് ചെയ്ത പോലെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഫുൾ സ്ഥലത്തും ഇലക്ഷൻ തീരുന്നവരെ വർക്ക് ചെയ്ത് ആ വീഡിയോ അവർ തന്നെ ഇട്ടിട്ടുണ്ട്. അത്ര അദ്ദേഹം പറഞ്ഞു തന്നോട് ഉൾപ്പെടുത്തി സഹായിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞൂടെ ചേർത്ത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൂടെ ചേർത്ത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തെന്ന് മാത്രമല്ല മണ്ഡലം മുഴുവൻ പ്രവർത്തിച്ചെല്ലാം ആയി. അത് കഴിഞ്ഞ് ജയിച്ചൊക്കെ വന്നു. ഞാൻ ജയിച്ച ദിവസവും ഈ മണ്ഡലത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുവിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നു. ഒരു പൈലറ്റ് പോലെ ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെച്ച ഒത്തിരി പ്രോജക്റ്റുകളുണ്ടായിരുന്നു. സ്കൂളുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, റോഡുകൾ. ആ പെരുങ്കുളം റോഡൊക്കെ എന്ന് പറഞ്ഞാൽ BMBC ചെയ്ത റോഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ വിദ്യാഭ്യാസ സമുച്ചയം, വേറെ ഒരുപാട് പദ്ധതികൾ വെളിയത്തെ എല്ലാ പഞ്ചായത്തിലും സ്കൂൾ, MLA ഫണ്ടിൻ്റെ വരെ ഉണ്ടായിരുന്നു. ആയിഷ പോറ്റി MLA ആയിരുന്നപ്പം അതിൻ്റെ ഒന്നും ഒരു പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഞാൻ പത്രത്തിൽ കൂടി വായിച്ചറിയുക. അപ്പോൾ എനിക്ക് എല്ലാവരും എന്നെ വിളിച്ചു ചോദിച്ചു, എൻ്റെ സഖാവ് വരാത്തെ കണ്ടില്ലല്ലോ, നോട്ടീസിൽ പേര് കണ്ടില്ല, നാട്ടിലില്ലേന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലുണ്ടല്ലോ, അപ്പം എന്നിട്ട് എന്താ ഇതിന് വരാത്തത്? പിറ്റേന്നത്തെ പത്രവാർത്ത വരുമ്പോൾ ആ സ്കൂള്, പുത്തൂമുക്ക് സ്കൂള്, മറ്റേ മാവടി സ്കൂള്, വെളിയത്തെ സ്കൂളുകൾ, ഇത് അന്ന് ഐഷാപ്പൂറ്റി MLA ആയിരുന്നപ്പം MLA ഫണ്ട് കൊടുത്താൽ അതിൻ്റെ തറക്കല്ലിടലൊക്കെ ഞാനിങ്ങനെ പത്രത്തിൽ വായിക്കുക. അങ്ങനെ ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചും കൂടെ ചോദിക്കുമ്പോൾ ഞാൻ MLA അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ അങ്ങ് വിളിച്ച് ഞാനങ്ങ് കളഞ്ഞു. പക്ഷെ എന്നും ഇങ്ങനെ എല്ലാവരും വിളിച്ചപ്പോഴും ചോദിക്കും. അപ്പോഴും ഞാൻ വിചാരിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ എഴുകോൺ നാരായണൻ MLA ആയാലും എനിക്ക് മുമ്പിരുന്ന എഴുകോൺ നാരായണൻ MLA അല്ലായിരുന്നു, അതിലൊക്കെ മുമ്പാണ്. എനിക്ക് തൊട്ട് മുമ്പിരുന്ന രാഘവൻ MLA ആയിരുന്നു. അവരെയൊക്കെ വിളിക്കാതെ നമ്മൾ അവിടുത്തെ ഒരു പരിപാടിയിൽ എല്ലാത്തിലും അദ്ദേഹത്തെ വിളിക്കും, ആ കല്ലിലൊക്കെ ഒന്ന് പേര് വയ്ക്കും, കാരണം അവർ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു കുണ്ട്രയൊക്കെ ആണെങ്കിൽ മേഴ്സി സാവിനെ വിളിക്കുമല്ലോ, ഇവിടെ എന്താ ഐഷാപ്പൂറ്റി സാവിനെ വിളിക്കാത്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കും എല്ലായിടത്തുനിന്നും. അന്നേരമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മളെ ഒരു സൈഡ് ലൈൻ ചെയ്യുവാണെന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലാത്ത, ഞാൻ ഇത്രയും പ്രവർത്തിച്ചതിനൊരു വാല്യൂ കൽപ്പിച്ചില്ല. ഞാൻ നാട്ടുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, നാടിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എനിക്കിപ്പോഴും ഇവരുടെ മൈൻഡ് വന്നത്, എല്ലാവരും അല്ല കേട്ടോ, ഒരു സെക്ഷൻ ആൾക്കാരെ പണ്ട് മുതലേ അത്ര ഇഷ്ടമില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ ഫണ്ട് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ, എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. കാരണം ഐഷാപ്പൂറ്റി എന്ന പേര് രാഷ്ട്രീയ കേരളം അത്രയും ചർച്ച ചെയ്യുന്നത് ഏറെ വർഷക്കാലം ബാലകൃഷ്ണപിള്ള ഭരിച്ചിരുന്ന മണ്ഡലമാണ് ആ കയ്യിൽ നിന്ന് പിടിച്ച് CPM-ലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഐഷാപ്പൂറ്റിക്ക് എന്തുകൊണ്ട്? ഇത് അവരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ എന്താ പ്രശ്നം. ഐഷാപ്പൂറ്റി MLA ആക്കിയിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ഉള്ള ഒരു ചർച്ചയുണ്ട്. അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഞാനിവിടെ വന്നതിന് ശേഷം പണ്ട് ഇവിടെ ഇന്ന് BJPക്കുള്ള ആക്സസ് പോലും സമൂഹത്തിലില്ലായിരുന്നു. ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ 102 വോട്ടിനായ ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന കഷ്ടിച്ച് ഒത്തിരി എണ്ണി, അങ്ങനെയാണ് അത് കേസുമായി. അത് കഴിഞ്ഞ് രണ്ടാമതവിടെ ആ ടേൺ കഴിഞ്ഞിട്ട് മത്സരിക്കുമ്പോൾ അതേ ഡിവിഷനിൽ എനിക്ക് 9625 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. പിന്നെയാണ് 6 മാസം കഴിഞ്ഞപ്പം 12,000-ലധികം വോട്ടിന് ബാലകൃഷ്ണപിള്ള സാറിനോട് മത്സരിച്ച് ജയിച്ചു. ഇതെല്ലാം അവസരം തന്നത് ആ പഴയ പാർട്ടി തന്നെയാണ്, തന്നില്ല എന്നൊന്നുമല്ല. ആ സമയം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് പാർട്ടി വാല്യൂ ചെയ്യുന്നില്ല. ഇപ്പോൾ പാർട്ടി എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ ഐഷാപ്പൂറ്റിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചില്ലേ, നടന്നില്ലേ, വോട്ട് ചോദിച്ചില്ലേ, അവരെ ഇങ്ങനെ ആക്കിയില്ലേ, അങ്ങനെ ആക്കിയില്ലേ, 3 തവണ MLA ആക്കിയില്ലേ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആക്കിയില്ലേ, അവർ നമ്മളെ കളഞ്ഞിട്ട് പോയേ കണ്ടോന്ന്. ഞാനാണോ കളഞ്ഞിട്ട് പോയി? എന്നെ അവർ തന്നെയാണ് ഇതിലെ കുറച്ച് ഡിസിഷൻ, സഖാക്കളാണെന്ന് ഞാൻ പറയില്ല, എല്ലാവരും താഴെയുള്ള സഖാക്കൾ, ഒരു സെക്ഷൻ ആൾക്കാർ പാർട്ടിയെ ആർക്കോ വേണ്ടി കൊണ്ടുപോയപ്പം. അപ്പോൾ അവർക്ക് എൻ്റെ പ്രവർത്തനങ്ങളല്ല വേണ്ട, വേറെ എന്തോ പ്രവർത്തനമാണ്. ഞാൻ നാടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എല്ലാ സമയത്തും ആരോട് ചോദിച്ചാലും അറിയാം. ജാതി മതം ചോദിക്കാറില്ല, രാഷ്ട്രീയം ഏതാണെന്ന് ചോദിക്കാറില്ല, പറ്റാവുന്നതെല്ലാം ചെയ്തു കൊടുക്കും. ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ഈ പാർട്ടിയിൽ അന്നാണെങ്കിൽ 2 പഞ്ചായത്തൊക്കെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തുള്ളൂ. അത് 2ാം ടേണിലാണ് വെളിയം ഭാഗമൊക്കെ വന്നത്. അതിന് മുമ്പുള്ളിടത്താണെങ്കിൽ ഒരിടത്തും ഒരു ആക്സസ് ഇല്ല. ഉമ്മന്നൂരൊക്കെ അങ്ങനെ ബ്രിമ്മിലെല്ലാം UDF, കൊട്ടാരക്കര എന്നും UDF ആയിരുന്നു. ഇപ്പം 3 തവണയായിട്ടും LDF ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മൈലൊക്കെ ശരിക്കും അങ്ങ് മാറി. മേലില പോലും മാറിയായിരുന്നു, വെട്ടിക്കവല മാറിയിരുന്നു, എല്ലാ സ്ഥലങ്ങളും മാറി, നെടുവത്തൂരും ഒക്കെ UDFൻ്റെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടല്ലേ, അതിന് ഞാനും ഒരു പങ്ക് വഹിച്ചില്ലേ. പക്ഷേ എന്താണ് എനിക്ക് അവരോട് ചോദിച്ചാൽ അവരുടെ മൈൻഡിൽ എന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടോ എന്നോട് ഇഷ്ടം വരുന്നില്ല. ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് നേതാക്കൾക്ക് അന്നും അത്ര ഇഷ്ടമല്ല. അത് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന. പക്ഷേ മാസ്സായിട്ടുള്ള താഴെത്തട്ടിലുള്ള സഖാക്കൾക്കൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കൊക്കെ വലിയ കാര്യമാണ്, ഫ്രീ ആക്സസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നെന്തോ ആയിരിക്കാം. അതിനോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പാർട്ടിക്ക് വിധേയമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? പാർട്ടിക്ക് എതിരായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാ പോളിസി മാറ്ററും പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പോഴാണെങ്കിൽ പോലും ഒരു വിശ്വാസിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വാസിയാണ്. അങ്ങനെ ഒരു പൂർണ്ണ പ്രവർത്തകയായില്ല എന്നത് അതുകൊണ്ട് പറയുന്നവരുണ്ടാവുമോ? ചിലപ്പോൾ ഇനി അതാണോ എന്ന് അറിഞ്ഞുകൂടെ. ഒരു പാർട്ടിക്കാരിയായി വന്നാലേ പാർട്ടിക്ക് പ്രയോജനമുള്ളൂ എന്ന് ചിലർ പറയുന്നത് എനിക്കറിയാം. പിന്നെ ഐഷാപ്പൂറ്റിയെ കൊണ്ട് പാർട്ടിക്ക് എന്ത് പ്രയോജനം എന്നുള്ള ഒരു ആർക്കൊക്കെയോ തോന്നലുണ്ട്. വിശ്വാസികളുണ്ടോ ശരിക്കും പാർട്ടിക്കകത്ത്? ഇഷ്ടം പോലെ. അവർ പുറത്തേക്ക് എന്തിനാണ് ഈ അഭിനയം? നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് തുറന്ന് പറഞ്ഞുകൂടെ? എന്നോട് ഒത്തിരി ലീഡേഴ്സ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തോ? ഞാൻ പറഞ്ഞുണ്ട്, തേവാരവും പൂജയൊക്കെ ഉണ്ട് ചേട്ടൻ്റെ ആ കുടുംബത്തിൽ. ഇവിടെ ഇല്ല, ഇവിടെ പൂജ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുക? വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഞാൻ അങ്ങനെ ഒരാളായിട്ടാണ് വളർന്നു വന്നത്. എൻ്റെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ എന്നെ അമ്മ പഠിപ്പിച്ചു തന്ന അമ്മ ഒരു പഴയ യാഥാസ്ഥിതിക ഇല്ലത്തുള്ള അച്ഛൻ്റെ കുടുംബവും അതേപോലെയാണെങ്കിലും അവർ കുറേ പേര് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷേ ഇതാണ് എൻ്റെ പ്രവർത്തനം. ഇതിലെവിടെയാണ് ഞാൻ പാർട്ടിയോട് ഇത് കാണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ശത്രുത വരുന്നതെന്ന്. അപ്പോഴും ചിലർ പറയുന്നത് ഈ 2 ടേം മത്സരിച്ച് കഴിഞ്ഞവരെ പിന്നെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ഇത് വന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അത് ആയിഷ പോറ്റിക്ക് ദേഷ്യം വരുന്ന രീതിയിലായി. അതുകൊണ്ടാണ് എന്നൊക്കെ ചിലർ അഭിപ്രായം പറയുന്നു. പച്ചക്കള്ള പറയുന്നതെന്നും നമുക്ക് മനസ്സിലാവത്തില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ 3-ാം തവണ ഞാൻ രാഘവസഖാവിനോട് ചോദിച്ചാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. ഇവിടെ കുറച്ച് പോസ്റ്ററിങ് ഒക്കെ വന്നു. അന്ന് രാജഗോപാൽ സാവിൻ്റെ പേരാ വന്ന്. എനിക്കങ്ങ് വിഷമായി. ആരാണ്ടൊക്കെ കുറേ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് കൂട്ടി പറയട്ടെ എന്ന് ചോദിച്ചു. ഇത് നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് രാഘവസാവ് പറഞ്ഞു, മിണ്ടരുത്, പാർട്ടി തീരുമാനിക്കും എന്താണെന്ന്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ആൾക്കാരോ എന്തോ പറഞ്ഞ്. അപ്പം ഞാൻ AKG സെൻറ്ററിൽ പിന്നീട് 3ാമത് നിന്ന് ജയിച്ച് ചെന്നപ്പോഴാണ് സഖാവിന് വേണ്ടി ഇവിടെ എത്ര മെസ്സേജ് ആയിരുന്നു വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി അതിൽ എനിക്കറിയാൻ വയ്യ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ മാറട്ടെ എന്ന് ചോദിച്ചാൽ മത്സരിക്കുന്നില്ല എന്ന് പറയട്ടെ ഈ പോസ്റ്ററിങ് വന്നു. അപ്പോഴേ രാഘവ സഖാവാണ്, മിണ്ടരുത്, ഇങ്ങനൊന്നും ഇനി മേലെ ആരോടും പറഞ്ഞേക്കരുത്, പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മാറ്റി ഇങ്ങനെയൊക്കെ. അപ്പോഴീ ഏരിയ കമ്മിറ്റിന്ന് പുറത്താക്കുന്ന സമയത്തടക്കം ഏരിയ കമ്മിറ്റിയിലെ നല്ല ഒരു ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർക്ക് എന്തുകൊണ്ടോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് കാരണമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അത്ര സീറ്റ് ഇല്ലാത്തതിന് ശേഷം അത്ര ആക്റ്റീവ് അല്ല, MLA ആവാത്തതിന് ശേഷം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ കാരണമായി പറഞ്ഞത്. അത് പച്ചക്കള്ളമല്ലേ? കാരണം അന്ന് കാലിന് ഇത്രയും പ്രശ്നം വന്ന ആ ഇലക്ഷന് ബാലഗോപാൽ സാവിൻ്റെ കൂടെ പോയിട്ട് എനിക്ക് അന്നേരം ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പ്ലാസ്റ്റർ ഇടേണ്ടി വരുമോ എന്ന് തോന്നാൻ ഭയങ്കര വേദനയായിരുന്നു. അന്നേരം ഒരു ബാൻഡേജ് ചുറ്റി തന്നിട്ട് ഇങ്ങനെ വിട്ടു. അപ്പം ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് 1.5 മാസം കിടക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഞാൻ പിന്നെ നിറയെ ആൾക്കാർ വരും. അവർക്കറിയാം ഞാനിങ്ങനെ കാല് ഒരുപാട് വൈകി ഒത്തിരി നടക്കണ്ടെന്നൊക്കെ ഈ മുകേഴ്സാവും വേറെ സഖാക്കളൊക്കെ പറയുമായിരുന്നു. എന്നിട്ടും ഞാൻ നിൽക്കാതെ ഓടിക്കൊണ്ടേയിരുന്ന 3 വർഷം അതിൻ്റെ പ്രയാസം അനുഭവിച്ചു ഞാൻ. അങ്ങനെയെല്ലാം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ദേഷ്യമായെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും ഞാൻ പറഞ്ഞാണ് എന്നേക്കാ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന്. ആ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അവരത് ഇപ്പം ഇട്ടു. എപ്പോഴെങ്കിലും മാറി നിന്നിട്ടുണ്ടോ ഏതെങ്കിലും പരിപാടി? ഇപ്പോഴേ മാർച്ചിൽ ഈ 2023 ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നോട്ടീസിൽ പോലും പേര് വയ്ക്കാതെ പിന്നെ പാർട്ടി വർക്ക് ചെയ്തോളാം. ഞാൻ ജില്ലാ സമ്മേളനത്തിന് MLA അല്ലാതായപ്പോഴല്ലേ വന്ന്. ലജ്ജയില്ലേ? അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും TV-യിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കാണും. എന്നെയൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നത് 2021 ഡിസംബറിലാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഞാനായിരുന്നു അതിൻ്റെ പ്രചരണത്തിൻ്റെ ചെയർപേഴ്സൺ. ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാവരോടും അന്വേഷിച്ചാൽ അറിയാം, ഏറ്റവും മുന്നിൽ നിന്ന് പാർട്ടിയേക്കാൾ വർക്ക് ചെയ്ത മകളെ കൊണ്ടാണ്. അന്ന് എല്ലാവരും ഭയങ്കര അഭിനന്ദനം. 1001 പേരെ കൊണ്ട് തിരുവാതിര വരെ നടത്തിക്കുകയും വിളംബര ജാഥ നടത്തിക്കുകയും മുഴുവൻ സ്ഥലത്തും ഓടിയെത്തുകയും ഞാനൊരു ഡ്രൈവറെയൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുകയും എല്ലാം ചെയ്ത് ഗംഭീര വിജയമാക്കുകയും ചെയ്തു ഇവിടെ വെച്ചിട്ട്. അന്നാണ് എന്നെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിലെല്ലാം പോയി കഴിഞ്ഞ് റിപ്പോർട്ടിങ്ങിന് എവിടെയെല്ലാം പോകണം, അവിടെയെല്ലാം കൊളക്കട കൂന്നിക്കോടെല്ലാം പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ നമ്മൾ MLA എന്നുള്ള ഒരു ആളിവിടെ ഇല്ലായിരുന്നു എന്നുള്ള പോലെയുള്ള ഒരു പോക്ക് പെട്ടെന്നങ്ങ് മായ്ച്ചു കളയുക. അത് ആത്മാർത്ഥതയുള്ള സഖാക്കൾക്കറിയാം. ഈ കുറ്റം പറയുന്ന കുറച്ച് നിര ആൾക്കാരുണ്ട്, കുറച്ച് മൈനോറിറ്റിയാണ് അവർ. പക്ഷെ അവരാണ് പാർട്ടിയിലെ ഡിസിഷൻ മേക്കേഴ്സ്. അവർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, താഴെ ആർക്കും ഇല്ല. അവരൊക്കെ എപ്പോഴും പറയുമായിരുന്നു എന്നാലും ആക്റ്റീവായിട്ട് വരണം. അപ്പം ഞാൻ ആക്റ്റീവായിട്ട് തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ സൈഡ് ലൈൻ ചെയ്യുന്നു. ഞാനൊരാവശ്യമുള്ള ആളല്ല പാർട്ടിയിലെന്ന് എനിക്ക് ബോധ്യമായി തുടങ്ങി. ഇതൊരു 100% സത്യമുള്ള കാര്യമാണ്. പക്ഷെ അവർ സമ്മതിക്കില്ല. അത് ഈ പറയുന്ന ഡിസിഷൻ മേക്കേഴ്സ് കുറച്ച് പേരുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയില്ല, കുറച്ച് പേര് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ആൾക്കാർ താഴെ തട്ടിൽ വരെ പറയുന്നു മാറ്റിയപ്പോൾ എനിക്കിത് എങ്കിൽ ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ ബാലഗോപാൽ വേണ്ടി പ്രവർത്തിക്കണം. ആ വീഡിയോ വരെ ഇവിടെ കിടപ്പുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണെന്ന് എനിക്ക് അഭിനന്ദനം വരെ തന്നു. സ്ഥാനാർത്ഥിയേക്കാൾ ഭയങ്കര പ്രവർത്തനമായിരുന്നു ആയിഷ പോറ്റിന്ന്. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടി കമ്മിറ്റി ഓഫീസിൽ ഈ പറഞ്ഞവർക്ക് ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. ഇന്ന് വേറൊന്നുകൊണ്ടല്ല, എങ്ങനെ ഇങ്ങനെ ആത്മാർത്ഥതയില്ലാതെ പറയുന്നു, കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ അല്ല. ഈ നാട്ടിലുള്ള ഓരോ ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താൻ ഒരു മടിയില്ല.
ഒരു ഫണ്ട് തട്ടിപ്പ് കേസ് ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ പാർട്ടിയായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സാണ് ഇങ്ങനെ പറയുന്നത്. എത്ര പേര് പോയി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന്? ഹസ്കർ പോയി. ഹസ്കറൊക്കെ പാർട്ടി, ഞാനൊക്കെ ഒന്നും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം ഒരുപാട് ഉണ്ടായിരുന്നില്ല. സത്യമാണ്, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്ത് നല്ല ഇൻകം ഉണ്ടായിരുന്ന ബാങ്കിൻ്റെ അഡ്വൈസർ, ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിൻ്റെ അഡ്വൈസർ, അതുപോലെ നിരവധി കുടുംബ കോടതി കേസ്, സിവിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്ക് നല്ല ഇൻകം ഉണ്ടായിരുന്ന 2000 വരെ. അന്ന് MLA അലവൻസിൻ്റെ ഡബിളോളം എനിക്ക് ഇൻകം ഉണ്ടായിരുന്ന ഒരു മാസം അന്നത്തെ കാലത്ത്. ഞാൻ പറയാം, അങ്ങനെ ഇരുന്ന ഒരാൾ ഞാൻ പാർട്ടി ചേട്ടനോടൊക്കെ പറഞ്ഞ് അങ്ങ് സമ്മതിച്ചുകൊണ്ടങ്ങ് നിന്നതാണ്. ഞാനൊന്നും ഒരിക്കലും ആഗ്രഹിച്ചല്ല ജനപ്രതിനിധിയാണ്. അങ്ങനെ വന്ന് ഇത് ഇവിടം വരെ എത്തിയപ്പോഴാണ് ആൾക്കാർക്ക് മുഴുവൻ കുറ്റം. എന്നെ പിന്നെ എന്തിനാ നിർത്താൻ പോയി ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എല്ലാം കുറ്റം. ഇപ്പം അവർ പറഞ്ഞങ്ങ് സമർത്ഥിക്കുകയാണ് ഈ കുറച്ച് പേര്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ പറയില്ല. കാരണം വിഷമമുണ്ട് ഒരുപാട് സഖാക്കൾക്ക്, താഴെ തട്ടിലുള്ളവർക്ക് നല്ല പ്രയാസമുണ്ട്. ഞാൻ അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പറയുന്നത് വർഗവഞ്ചകയാണ്, സ്ഥാനത്തിന് വേണ്ടി, സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കോൺഗ്രസിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അയ്യേ കഷ്ടം. എങ്കിൽ പിന്നെ അന്നേ എനിക്കങ്ങ് പിണങ്ങി മാറി നിന്നൂടെ? എനിക്ക് ഈ ജില്ലാ സമ്മേളനത്തിനൊക്കെ ഇത്രയും വർക്ക് ചെയ്യണോ? ലോയേഴ്സ് യൂണിയന് വേണ്ടി ഇത്രയും വർക്ക് ചെയ്യണം. അതിൻ്റെ ജില്ലാ സമ്മേളനം 2022 മാർച്ചിലൊക്കെ ആയിരുന്നു കൊല്ലത്ത് വെച്ച്. അതിൻ്റെ ഫുൾ സംഘാടനമായിരുന്നു ഞാനൊക്കെ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ഒന്നും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട്. ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ മോളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അധികാരം ഒരു സുഖമുള്ള കാര്യമല്ല. വീട്ടിലെ കാര്യം നോക്കണ്ട, മക്കളെ അന്വേഷിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പൊതു പ്രശ്നങ്ങളാണ്. ഈ കോവിഡും ഒക്കെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ അനുഭവിച്ച് ഉറങ്ങിയിട്ടേ ഇല്ല എന്നൊന്നും. ഈ പ്രളയം വന്നപ്പോഴേ എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമുക്കൊരു സമാധാനം, ഇത് ഈ അധികാരം ഒരു സന്തോഷമുള്ള കാര്യമേ അല്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്? കോൺഗ്രസ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കുറേ സൈഡ് ലൈൻ ചെയ്യുന്ന വാർത്ത ഞാൻ പറഞ്ഞിട്ടല്ല പുറത്തു വന്നത്. ഞാൻ അന്നേരമൊക്കെ എല്ലാം കുറേ ഉപേക്ഷിച്ച്, ഞാൻ പറഞ്ഞില്ലേ 2023 മാർച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിട്ട് എന്നെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള ആളെ ആക്കാൻ ഞാൻ ജില്ലാ സെക്രട്ടറിയോടും ഈ മന്ത്രിയോടും ഉൾപ്പെടെ ഞാൻ ഈ പാർട്ടിക്ക് ആവശ്യമില്ലെന്ന്. ഇത് പറഞ്ഞത് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഞാനതൊന്നും പറഞ്ഞാരെയും നാണം കെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രെയിറ്റായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഇതെല്ലാ സഖാക്കളോടും നേതാക്കളോടും ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാർട്ടിക്ക് ചേർന്ന ആളല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരെയാന്ന് വെച്ചാൽ എൻ്റെ സ്ഥാനത്ത് DC-യിലും AC-യിലും ഒക്കെ എടുത്തോളാൻ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാക്ടീസിലേക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ പതുക്കെ താത്തു വെച്ചു, എന്നെ മാറ്റുന്നില്ല അപ്പോഴും. അപ്പം ഞാൻ എന്ത് ചെയ്തു? താനേ പോകാതായി. അങ്ങനെയാണ് പോകാതായത്, അല്ലാതെ പറഞ്ഞിട്ട് തന്നെയാണ് പോകാതായത്. സുദേവസഹാനോട് ഞാൻ പറഞ്ഞു, അവർക്കറിയാമല്ലോ ഇത്, പക്ഷെ അവർ സമ്മതിക്കില്ല. ഇപ്പോൾ സമ്മതിക്കില്ല, അത് സമ്മതിക്കില്ലല്ലോ. കാരണം എന്താ, അങ്ങനെയല്ലേ. പക്ഷെ സത്യം ഇതാണ്, അങ്ങനെ മാറ്റണം, വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. അതുകൂടിയുണ്ട്. ഞാനതൊന്നും പറഞ്ഞില്ലേ, പഴയ പാർട്ടി, ഞാൻ അത്രയും നാൾ നിന്ന ഒരു പാർട്ടിയെ കൂടുതൽ വഷളാക്കാനായിട്ട് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും കൂടുതൽ പറയുന്നില്ല. സത്യം ഇതാണ്. അപ്പോഴും ഒരു മാറ്റിയില്ല. അപ്പം സമ്മേളനം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചെല്ലണമെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ കമ്മിറ്റിയിൽ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ വേറെ ആളെ, എന്നിട്ട് സമ്മേളനമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ ബാക്കി പ്രവർത്തിക്കുന്നവർക്ക് എന്താ തോന്നുക? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിമർശനം കേൾക്കാൻ ഇഷ്ടമില്ല, ഞാൻ വന്നില്ലല്ലോ, എന്നെ ഒഴിവാക്കിക്കൊണ്ടേ, DC-ന്ന് ഒഴിവാക്കിക്കൊണ്ടേ എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല. അപ്പോൾ വാർത്ത വരും, വാർത്ത വന്നാൽ പാർട്ടിക്ക് ദോഷമാവും. ഇതാണ് പ്രശ്നം. ഞാൻ അന്നേ പറഞ്ഞത് എന്നെ ഒഴിവാക്കി വേറെ ഇഷ്ടമുള്ളവരെ എടുത്തോളാൻ, ആരെയാന്ന് വിചാരിച്ചാൽ. അപ്പോൾ അത് പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ? ഞാനിതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള. ഇനി ആരെന്ത് പറഞ്ഞാലും മേളിൽ ഒരാൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെയൊക്കെ റിസൾട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കിയില്ല. സമ്മേളനം വന്നപ്പോൾ ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കിയപ്പോൾ അതൊരു വാർത്തയായപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്നു. ഈ ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറേശ്ശെ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞേച്ച് ഞാൻ മോള് ബോംബെയിലാണ്. അപ്പോൾ അവിടെ പോകുമായിരുന്നു ഇടയ്ക്ക് അവരുടെ കൂടെ. പണ്ടൊന്നും ഇവരുടെ കൂടെ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. ഈ 10-20 വർഷമായിട്ട് പണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാളാണ് മക്കളുടെ കൂടെ. സത്യം പറഞ്ഞ അവധിയായാൽ അച്ഛ അമ്മ എവിടാ പോകുന്നതെന്ന് ചോദിക്കും. കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിക്കകത്ത് കുറേ സാധനങ്ങളും ഒക്കെ, ഞാൻ കാറ് കണ്ടിട്ടില്ലാത്ത ആളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ വണ്ടിക്കകത്ത് ഭക്ഷണ സാമഗ്രികൾ വരെ എടുത്തു വെച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകും. നല്ല രസമായിട്ട് മക്കളുമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ്. അതെല്ലാം അങ്ങ് നിന്നു പോയായിരുന്നു ഈ പൊളിറ്റിക്സിലൊക്കെ വന്ന തിരക്കായപ്പോൾ. അപ്പോൾ പഴയ പോലെ അടിച്ചു പൊളിച്ചിരിക്കാം എന്നൊക്കെ എപ്പോഴും മക്കൾക്കും വലിയ സന്തോഷമായിരുന്നു. ഞാൻ മോളുടെ ഒക്കെ അടുത്ത് പോയിരിക്കും, എൻജോയ് ചെയ്ത് അങ്ങ് ഇരിക്കുമ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് കണ്ണിനൊരു സർജറി വന്ന്, ഈ റെറ്റിനയ്ക്ക് ഒരു ചെറിയ ഗ്രോത്ത് വന്നിട്ട്. അങ്ങനെ മോൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഇവിടെ എന്തോ ഒരു കൺവെൻഷൻ കോൺഗ്രസിൻ്റെ നടന്നത്. ഈ കഴിഞ്ഞ വർഷം
2024 ഡിസംബറിൽ. അപ്പം ഞാൻ അവിടെ മോൻ്റെ അടുത്താണ്. അപ്പോഴെന്നോടൊരു അന്ന് എനിക്ക് ഒന്നും നോക്കാൻ പാടില്ല, കമന്ന് ഇരിക്കണം, മൊബൈൽ നോക്കാൻ പറ്റില്ല. ആ മൊബൈൽ നോക്കാറായി കുറേശ്ശെ വന്നു തുടങ്ങിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് എന്തേ കോൺഗ്രസ്സിലേക്കൊക്കെ പോവാണോ, ഇവിടുത്തെ വാർത്തയൊക്കെ കണ്ടില്ല. ഞാൻ ചോദിച്ചു കോൺഗ്രസ്സിലേക്ക് പോവാണോ, എന്ത് വാർത്തയാണെന്ന് ചോദിച്ചപ്പോൾ ആ വാർത്തയൊന്നും അറിഞ്ഞില്ലേന്ന്. ഞാൻ അറിയുന്നില്ല, ഇവിടുത്തെ വാർത്ത അവിടെ വരുന്നില്ലല്ലോ, ആരും പറഞ്ഞുമില്ല, കാരണം ഞാൻ ഈ സർജറി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, അവിടെ ഐഷ പോറ്റിയുടെ വാതിൽ ഇറക്കി തുറന്നിട്ടിരിക്കുക, അതിന് മുമ്പും ഇവിടെ വാർത്ത വന്നെന്ന് പറയാം, ഐഷ പോറ്റി ഇപ്പം എങ്ങും കാണുന്നില്ല എന്ന്. അങ്ങനെ മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലും ആൾക്കാരും ഇങ്ങനെ അന്വേഷിക്കുന്നത് എവിടെയാണ്, മറ്റേ എപ്പോഴും സജീവമായിട്ട് സമൂഹത്തിലുണ്ടായിരുന്നല്ലോ 2023 വരെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഈ 2024 ഇങ്ങനെ വാതിൽ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒന്നിലും പേര് വയ്ക്കാറില്ല, അവരാണ് മാധ്യമങ്ങളാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ അന്നും മിണ്ടിയില്ലല്ലോ, ഞാൻ എങ്ങും പോകുന്നില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് വിളിച്ചപ്പോൾ അതേ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ലേ. ഞാൻ അവരോടും ചോദിച്ചത് ആരൊക്കെ ഉണ്ടെന്ന്. എല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റോ CPI CPM എല്ലാവരും ഉണ്ട്. അങ്ങനെ അതിന് പോയി. അദ്ദേഹത്തിനെ പറ്റി എനിക്കറിയാവുന്ന പറയാൻ. അപ്പോഴും എന്നോട് കോൺഗ്രസ് ചേരുവാണ് എല്ലാ മാധ്യമങ്ങളും. ഞാൻ അന്നും ഒരിക്കലും ഒരു ഒന്നുമേ ചിന്തിച്ചില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അത് അവിടെ വെച്ചും പറഞ്ഞതാണ്, ഞാൻ ആ കോൺഗ്രസ് ചേരാനല്ല ഇതിന് വന്നതെന്ന് പറഞ്ഞു എന്നുള്ള സത്യം. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നോട് കോൺഗ്രസിൻ്റെ ആൾക്കാരും വിവിധ പാർട്ടിക്കാർ, പ്രമുഖമായ പല പാർട്ടിയുടെ ആൾക്കാരും എന്നെ ആ വാർത്ത വന്നതിന് ശേഷം നിരന്തരമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. BJP ഉണ്ടായിരുന്നു അതിൽ എല്ലാ പാർട്ടിക്കാരും. ഞാൻ അങ്ങനെ ഇന്നാരെന്നൊന്നും പറയുന്നില്ല, വിവിധമായിട്ടുള്ള പാർട്ടിയുടെ വലിയ ലീഡേഴ്സ് എന്നോട് ഇങ്ങനെ അങ്ങനെ പുറകോട്ട് പോകരുത്, സമൂഹത്തിൽ ഇത്രയും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചല്ലേ, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാണാനെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞ്. ഞാൻ വക്കീൽ ഓഫീസിലേക്ക് ഇവിടെ നടന്നു പോകുമ്പോൾ എത്ര സ്ത്രീകൾ എന്നോട് പറയാറുണ്ടെന്നറിയോ, സാറ് പഴയ പോലെ ഇങ്ങനെ വരാത്ത എന്താ, സാറെന്താ അങ്ങനെ അങ്ങ് പോയെന്ന്. സത്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയെല്ലാം ഞാൻ ഇതിലെ നടന്ന എൻ്റെ പണ്ടത്തെ റൂട്ടായത്, അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ എൻ്റെ ഓഫീസ് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസും തുടങ്ങി. എൻ്റെ ചിറ്റപ്പം മരിച്ചപ്പോൾ എൻ്റെ ഓഫീസ് കൊണ്ടുപോകണം, അപ്പോൾ അത് നന്നായി വരുന്നുമുണ്ട് ഓഫീസ്. ഇങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കും, അങ്ങനെ ഇരിക്കാതെ ഓഫീസിൽ വരാറുണ്ട് ചിലർ പഴയ പോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു ഇനി പാർട്ടി പ്രവർത്തനത്തില്ല, നീ മന്ത്രിയോടും പറഞ്ഞാൽ ഞാൻ ഇനി ആ പാർട്ടി പ്രവർത്തിക്കില്ല എന്ന്. എങ്ങോട്ടും ഒരു തീരുമാനം വരും മുമ്പ് അതൊന്നും ഒരു മൈൻഡ് പോലും ആകാമെന്നെങ്കിൽ നല്ല കാര്യം എന്ന് വിചാരിച്ചു. എല്ലാവരും അത്രേ വിചാരിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നിരന്തരമായിട്ട് വളരെ വലിയ ലീഡേഴ്സ്, പ്രമുഖമായ പാർട്ടിയുടെ ലീഡേഴ്സും ഐഷ പോറ്റിയെ പോലെ ഒരാൾ ഇത്രയും സമൂഹത്തിൽ ഇത്രയും വർഷം പൊതുപ്രവർത്തനത്തിൽ വന്ന ഒരാൾ അങ്ങനെ പിന്നോട്ട് പോകരുത്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അതിനുള്ള സ്പേസ് തരാമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. ഏത് നേതാവിൻ്റെ വാക്കുകളാണ് കോൺഗ്രസിലേക്ക് എത്തിച്ചത് ശരിക്കും? അത് ഞാൻ പറയില്ല. എല്ലാവരും എനിക്ക് എല്ലാ മന്ത്രിമാരുമായിട്ട് നല്ല അടുപ്പമുണ്ട്, പ്രതിപക്ഷ നേതാവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഇത്രയും 3 ടേൺ ഇരുന്നതല്ലേ, UDFൻ്റെ എല്ലാ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരെല്ലാവരും എന്നെ വിളിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. വിളിച്ചിരുന്നു മീൻസ് പലരെയും ഇങ്ങോട്ട് വിട്ടിരുന്നു. ഇവരെല്ലാവരും, എല്ലാ നേതാക്കളും പല ആൾക്കാരെ ഇവിടെ വിട്ടു. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സ്ഥലത്തിരുന്നതല്ലേ, അതൊരു മാനസികമായിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ചില കാര്യങ്ങൾ വന്നതാണ് എന്നെ ഡിസിഷനിലേക്ക് എത്തിച്ചത്. പിന്നെ എന്നെ കൺവിൻസ് ചെയ്യിച്ചു ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതിൽ പ്രതിപക്ഷ നേതാവായാലും വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ആൾക്കാരായി, MP ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ MP അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ളവരെയും പല ആൾക്കാരെയും ഇങ്ങോട്ട് പറഞ്ഞു. ആദ്യമേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെല്ലാവരും ചേർന്ന് കൂടി ആലോചിച്ചിട്ടായിരിക്കാം, എല്ലാവരും ചേർന്നുള്ളൊരു തീരുമാനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരുന്ന ഒരാൾ അങ്ങനെ പുറകോട്ട് ഒതുങ്ങി പോകരുത് എന്നുള്ളത് തോന്നിയിട്ടായിരിക്കാം നിരന്തരമായിട്ട് ഇടപെട്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കരുതെന്ന് എന്നെ കൺവിൻസ് ചെയ്യിച്ചു. എനിക്കും തോന്നി സത്യമാണ്. ഇപ്പം എൻ്റെ സ്പേസ് ഒന്നും വെക്കാതെ, എൻ്റെ നോട്ടീസിൽ പേര് വയ്ക്കാതെ, ഞാനൊരാവശ്യമില്ല, ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ലാതെ പോകുമ്പോൾ അപ്പോഴേ കമ്മിറ്റിക്കൊക്കെ വരണം എന്നൊക്കെ എന്നോട് പറയും. കമ്മിറ്റിക്ക് എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല, മാനസികമായിട്ട് എൻ്റെ അനുഭവം അങ്ങനെ വന്നാൽ എങ്ങനെ തോന്നുമെന്ന് വരെ ഞാൻ ചോദിച്ചതാണ്. ഞാൻ ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ എത്ര നാൾ പറഞ്ഞെന്നറിയോ. അതിനൊന്നും ഒരു റിസൾട്ടില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു ആവശ്യമില്ലാത്ത ആളാണെന്ന് ബോധ്യമാവുകയും ഇവരൊക്കെ എന്നെ കൺവിൻസ് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ, മാത്രമല്ല ഈ കേരളം വിട്ടാൽ ഇടതുപക്ഷവും വലതുപക്ഷവും CPM CPIയും ഇടതുപക്ഷം മുഴുവൻ ഇന്ത്യ സഖ്യത്തിലുള്ള ഉള്ളതാണല്ലോ. അപ്പോൾ ഒരു നാഷണൽ പാർട്ടി, പിന്നെ
എല്ലാവരെയും ഒരുമിച്ച് പോന്നു. അങ്ങനെ കുറച്ചുകൂടി ഒരു അത് പൊതുവായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അവരെന്നെ കൺവിൻസ് ചെയ്യിച്ചു. അതിനിടയിൽ ഒരു ചർച്ച നടന്നത് BJP പോകാൻ സാധ്യതയുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. കാരണം MLA ആയിരുന്നിരുന്ന സമയത്ത് സേവാഭാരതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുന്ന ഒരു ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായിരുന്നൊരു സമയമാണല്ലോ. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐഷപ്പറ്റി BJP പോവാന്ന് പറഞ്ഞിട്ട് ചില പ്രചാരണങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ മൈലം കൊട്ടാരക്കര CPM-ന്റെ കമ്മിറ്റികളുടെ ചില ഇടപെടലിൻ്റെ ഭാഗം. ഇവിടെ ഒരു നെല്ലിമരം നടാൻ ആ കോവിഡ് കാലത്ത് ആർക്കും എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പുറത്തെ സാർ RSSൻ്റെ വലിയ ആളാണ്, ഞങ്ങൾ വലിയ അടുപ്പമുള്ള വീട്ടുകാരാണ്. അപ്പോൾ സാർ MLA അല്ലേ, അപ്പം ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നൊരു വൃക്ഷത്തൈ നട്ടൊരു ഫംഗ്ഷനാണ്. അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ മത്സരിപ്പിച്ചില്ലേ BJP പോകുന്ന സകലമാന ചാനലുകളെയും കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അതെനിക്ക് അന്നേരം കത്തിയില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന്. അന്ന് തൊട്ടേ പ്ലാൻ നടക്കുന്നുണ്ട്. ഞാൻ എന്താ മാറാതിരിക്കുന്ന ഒരാളാണോ? എന്നോടങ്ങ് സ്ട്രൈറ്റ് വരും. അല്ലെങ്കിൽ തന്നെ ഞാൻ MLA ആയിട്ട് 3-ാം ടേൺ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, അല്ലല്ല ഇനി പുതിയ ആളാണ് വരുന്നത്, പുതിയ ആൾ വരും, അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന എത്ര യോഗങ്ങൾ ഞാനിവിടെ സ്വയമേ മാറാൻ തയ്യാറായതും ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതും ഒരാളെ ബലം പ്രയോഗിച്ചിങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം എന്തുകൊണ്ടായിരിക്കും? എനിക്കത് മനസ്സിലാവുന്നില്ല. അതൊക്കെ എന്താന്ന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ പറയാൻ എനിക്കിഷ്ടമല്ല. ആ സമയത്ത് എല്ലാ അപ്രിയ സത്യങ്ങളും നമ്മൾ പറയാൻ പാടില്ല. അത് കൃത്യമായിട്ട് എനിക്കറിയാം എന്തിനാണ് ഈ നെല്ലിമരം നട്ടപ്പം എല്ലാ ചാനലുകാരെ കൊണ്ടും അവസാന റിപ്പോർട്ടർ ചാനലിനെ കൊണ്ടാണ് വിളിപ്പിച്ചപ്പോൾ അപ്പം കാര്യം വ്യക്തമായി എന്ന് നികേഷ് കുമാർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ആരായിരുന്നു എന്ന് എനിക്ക് കുറച്ച് ന്യൂസ് കിട്ടാനുള്ള വഴികളുണ്ടല്ലോ. അത് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല. നേതാക്കൾക്ക് തന്നെയാണ് ഐഷപ്പറ്റിയോട് പ്രശ്നം. എന്തുകൊണ്ട് ഞാനങ്ങ് എല്ലാവരോടും ഇങ്ങനെയല്ലേ ജനകീയമായിട്ട് ഇടപെടുന്ന എത്ര പേരെ മാറ്റി നിർത്തും? എന്തിനാണ് രണ്ടാമത് സർക്കാർ വന്നപ്പം ആദ്യം ഉണ്ടായിരുന്നവരെ മൊത്തം ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മാറണം എന്ന് പറഞ്ഞ് പൊട്ടരാണോ നമ്മളൊരു പൊട്ടരൊന്നും അല്ലല്ലോ ഈ നാട്ടിലുള്ള ജനങ്ങൾ. മാറ്റിയതിൽ ഭയങ്കര പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, അതിന് പൂർണ്ണമായിട്ട് വെട്ടി നിരത്തണോ? ഹിഡൻ അജണ്ട വരുമ്പോഴല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. ശൈലജ ടീച്ചറെ മാറ്റിയതിൽ മുഖ്യമന്ത്രിയേക്കാൾ ജനപ്രീതി കിട്ടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച നടന്നിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ജനപ്രീതി കിട്ടിയത് കൊണ്ടാണ് ശൈലജ ടീച്ചറെ മനഃപൂർവ്വം മാറ്റിയത്? ആയിക്കൂടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചിലരെ ആക്കണം, ചിലരെ ആദ്യമായിട്ട് ജയിച്ചവരെ ആക്കണം എന്നുള്ള അജണ്ട ഉണ്ടാവാം. ഇത് നമ്മളൊന്നും വിട്ടികളൊന്നും അല്ലല്ലോ ഇത് ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും നല്ല വിവരവും വിദ്യാഭ്യാസവും ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതൊക്കെ ആരും മനസ്സിലാക്കാത്തതല്ല, ഒന്നും മനസ്സിലാക്കാത്തതല്ല. ഒരു കുറ്റം കാണിച്ചാൽ ആ കുറ്റം ചൂണ്ടിക്കാണിക്കുന്ന ആൾ ഔട്ടായി ശിക്ഷിക്കപ്പെടും, കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ അവിടെ അകത്തും ഇരിക്കും. ഇപ്പം സ്വർണ്ണക്കൊള്ളയുടെ കേസ് എന്താ ആലോചിച്ച് നോക്കി. ഒരാരോപണം വന്നാൽ ഈ ഇറങ്ങുന്നത് നല്ലതെന്ന് ഒരു പാർട്ടി CPM പറയുന്നുണ്ടെങ്കിൽ അവരുടെ CPM-ന്റെ മുഖത്തെ എത്ര കൈ ചൂണ്ടും ഇങ്ങോട്ട്. അതുപോലെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഈ എന്താ പറയുന്ന മാസപ്പടി എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പല ആരോപണങ്ങൾ ഈ ശബരിമല വിഷയങ്ങളെല്ലാം വരുമ്പോൾ ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന് പറയുന്നു. അത് പറയുമ്പോൾ ഈ CPM പറയുന്നുണ്ട് പണ്ട് ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോൾ ഇനി കൂടുതലാകാതെ പോകണമെന്ന്. അത് എല്ലാവർക്കും ബാധകമല്ലേ? അല്ലേ? അന്ന് സ്വപ്ന സുരേഷിൻ്റെ ഇതിലൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ആരോപണം വരുമ്പോൾ മാറണം എന്ന് പറയുന്ന പാർട്ടി, ഇപ്പോൾ ഒരു പയ്യനെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞ പാർട്ടി നമ്മൾ മാറി നിൽക്കണ്ടേ? ഇപ്പുറത്ത് അതേപോലെ ആരോപണമേറ്റ അത് ശരിയും അതിനെ ന്യായീകരിക്കുകയും അപ്പുറത്തുള്ളവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറഞ്ഞവർ, അതായത് രാഹുലിനെ മാറ്റണം എന്ന് പറഞ്ഞവർ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ നോക്കിയില്ലെന്നാണോ? അതിൽ ഒരുപാട് കാര്യങ്ങൾ മുകേഷിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വന്നില്ലേ. എനിക്ക് രാഹുൽ മാങ്കൂട്ടം മോശക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം, സംശയമില്ല. ഏതെങ്കിലും സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കണം. അത് X or Y കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ CPM എന്നോ ഇല്ല. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കടുത്ത നടപടി തന്നെ ഉണ്ടാകണം. അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ലീഗൽ പ്രൊസീജിയർ ചെയ്യണം. അല്ലാതെ ഒരാളെ ചാനലിൽ വന്ന് ഒരാളെ പറ്റി പറയുകയാണോ ഒരാൾക്ക് ശിക്ഷിക്കണമെങ്കിൽ ചെയ്യേണ്ടത്? നാണം കെടുത്ത് അങ്ങനെയാണോ രാഷ്ട്രീയം വളർത്തേണ്ടത്? അല്ലല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെയുള്ള. അതുപോലെ ഇപ്പം ഞാൻ ഈ രാഷ്ട്രീയം മാറി,
ഞാനും വിചാരിച്ചു ശരിയല്ല, ഇത്രയും നാൾ കൊണ്ട് എന്നോട് ഓരോരുത്തർ ചോദിക്കുമ്പോഴും എന്തെല്ലാം അവഗണിച്ച് കളഞ്ഞാലും ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ഇത്രയും പ്രവർത്തിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തിനിങ്ങനെ ഒതുങ്ങി എല്ലാത്തിൽ നിന്നും പിറകോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ അവസാനം ഒരു ചിന്ത വന്നു, സത്യമല്ലേ പറയുന്നത്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് 10 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ അധികാരമോഹിയാന്ന് പറയുന്നത് ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. പാർട്ടി മാറാനുള്ള യഥാർത്ഥ കാര്യം പാർട്ടി വഴിതെറ്റിപ്പോയത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ കൊണ്ട് ചോദിപ്പിച്ച് അത് അവസാനം ഇറക്കി വെച്ചു. വേറെ ഒന്നുമല്ല അതിനകത്ത്. ഏറ്റവും കൂടുതൽ ഈ പാർട്ടി ഒട്ടും ഒരു എല്ലാവരും ഞാൻ പറഞ്ഞതല്ലല്ലോ, പഴയ പാർട്ടി അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം ഹസ്കർ പിന്നെ ബാക്കിയുള്ളൊരു മൊത്തം പറഞ്ഞല്ലോ ആ പാർട്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന്. കുഞ്ഞികൃഷ്ണനും പറഞ്ഞല്ലോ. ഇത് പൊതുവായിട്ട് വന്നിട്ടുള്ളൊരു അഭിപ്രായമാണ്. അതുകൊണ്ട് അതിൽ ഇനി പ്രവർത്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള കോൺഗ്രസ്സിലേക്ക് ചേരാൻ തീരുമാനിച്ചത്.